ഒരു സിറ്റിയിൽ നടക്കുന്ന കൊലപാതക പരമ്പരകൾ. ഇൻസ്പെക്ടർ സീതാറാമാണ് ഈ കേസ് അന്വേഷിക്കാൻ വരുന്നത്. നമുക്ക് പലരെയും സംശയം തോന്നുമെങ്കിലും അവരാരുമായിരിക്കില്ല ശരിക്കുള്ള കുറ്റവാളി. കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ നിറഞ്ഞ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് സെക്കൻഡ് കേസ് ഓഫ് സീതാറാം എന്ന കന്നഡ സിനിമ. നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. കഥ നടക്കുന്നത് ഷിമോഗ എന്ന സിറ്റിയിലാണ്. ഇവിടെ തുടർച്ചയായിട്ട് കൊലപാതകം നടക്കുന്നു. ഈ കേസ് അന്വേഷിക്കുന്നത് സീതാറാമാണ്. പക്ഷെ ഇതുവരെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല. അങ്ങനെയിരിക്കെ ആ സ്റ്റേഷനിൽ ജോലിക്ക് വന്നിരുന്ന ഒരു സ്ത്രീ മരിക്കുന്നു. ആ മരണവാർത്ത അറിഞ്ഞ് സീതാറാം അവരുടെ വീട്ടിൽ ചെന്ന് മകനെയൊക്കെ കണ്ട് സമാധാനിപ്പിച്ച് സ്റ്റേഷനിലേക്ക് തിരികെ വരുമ്പോ അവിടെ രണ്ടുപേര് അയാളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അത് അടുത്തുള്ള ചായക്കടക്കാരന്റെ ഭാര്യയും മകനുമാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് അയാളെ കാണാനില്ല. സീതാറാം മിക്കപ്പോഴും ആ കടയിൽ പോയാണ് ചായയൊക്കെ കുടിക്കാറ്. അയാൾക്ക് ശത്രുക്കളോ അല്ലെങ്കിൽ കുടിച്ചിട്ട് ബോധമില്ലാതെ കിടക്കുന്ന ശീലമോ മറ്റു കൂട്ടുകാരുമായിട്ട് പറയാതെ പുറത്തെവിടേക്കെങ്കിലും യാത്ര പോകുന്ന ശീലങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അവരുടെ ഭാര്യയോട് ചോദിക്കുമ്പോൾ അവര് പറയുന്നത് അങ്ങനൊരു ശീലം അവർക്കില്ലെന്നാണ്. മാത്രമല്ല അയാൾ വീട്ടുകാരോട് പറയാതെ പുറത്തേക്ക് പോലും പോകാറില്ല. എങ്ങനെയെങ്കിലും അയാളെ കണ്ടുപിടിച്ചു തരണമെന്ന് ആ സ്ത്രീ സീതാറാമനോട് പറയുകയാണ്. സീതാറാം അവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞു വിടാൻ തുടങ്ങുന്ന സമയത്ത് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരികയാണ്. ഒരു ബോഡി കിട്ടിയെന്നാണ് ആ കോളിലുള്ളത്. ഉടനെ സീതാറാം ആ സംഭവ സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ കണ്ട കാഴ്ച അയാളെ ഞെട്ടിച്ചു കളഞ്ഞു. താൻ കണ്ടുപിടിച്ചു കൊടുക്കാമെന്നേറ്റ ആ ചായക്കടക്കാരൻ ഇതാ കൊല്ലപ്പെട്ട് കിടക്കുന്നു. അയാളുടെ കൈകളിലും കാലുകളിലും കഴുത്തിലും മുള്ളുകമ്പി ചുറ്റി കെട്ടിയിട്ടുണ്ട്. ദേഹം മുഴുവൻ മുറിവുകളാണ്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറയുന്നത് ആരോ അയാളെ ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നിരിക്കുന്നതാണെന്നാണ്. മുൻവൈരാഗ്യമോ പകയോ ഉള്ള ആളാണ് കൊലയാളി. ഇങ്ങനെ ഒരു കൊലപാതകം തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നും ഡോക്ടർ പറയുന്നു. കൊലയാളി ഒരു സൈക്കോപാത്താണ്. മരണത്തെ ആസ്വദിക്കുന്ന, ക്രൂരമായി കൊല ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ. അങ്ങനെ ഇവരിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൊലയാളി മറ്റൊരിടത്ത് മറ്റാരെയോ അതിക്രൂരമായി കുത്തി കൊല്ലുകയാണ്. പിറ്റേ ദിവസം ആ ചായക്കടക്കാരന്റെ മരണാനന്തര ചടങ്ങിൽ ആ വീട്ടിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മറ്റൊരു കൊലപാതകത്തിന്റെ വാർത്ത സീതാറാമിനെ തേടിയെത്തുന്നത്. സീതാറാം ക്രൈം സീനിൽ പോയി നോക്കുമ്പോൾ ആദ്യത്തേതുപോലെ തന്നെ കൈയും കാലും കഴുത്തും എല്ലാം മുള്ളുകമ്പികൾ കൊണ്ട് ചുറ്റി ദേഹം മുഴുവൻ മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ശേഷം ബോഡി പോസ്റ്റ്മോർട്ടത്തിനും ഫോറൻസിക് പരിശോധനയ്ക്കുമായിട്ട് അയക്കുന്നു. പിന്നീട് തന്റെ സഹപ്രവർത്തകരെയെല്ലാം ഒത്തുചേർത്ത് സീതാറാം അവരോട് കാര്യങ്ങൾ പറയുകയാണ്. ക്രൈം സീനിൽ നിന്ന് പല തെളിവുകളും കിട്ടുമെങ്കിലും ഈ കേസിൽ ഏറ്റവും പ്രധാനം കൊലയാളിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുക എന്നതാണ്. അത് മനസ്സിലാക്കിയാൽ അയാളിലേക്ക് എത്താൻ എളുപ്പമായിരിക്കും. അയാൾ ഒരു സൈക്കോപാത്ത് ആയതുകൊണ്ട് ഇനിയും കൊലപാതകങ്ങൾ തുടരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ സൈക്കോയെ പിടികൂടണം. മാത്രമല്ല അയാൾ നമ്മുടെ തൊട്ടടുത്ത് വന്ന് നിന്നാൽ പോലും തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഇതേ സമയം മറ്റൊരിടത്ത് കൊലയാളി എങ്ങോട്ടോ പോകാനായി ഇറങ്ങുകയാണ്. അയാൾ നേരെ വരുന്നത് സീതാറാമിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അയാളുടെ മകളെ ഒരു പയ്യൻ ശല്യപ്പെടുത്തുന്നുണ്ടെന്നും എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ലെന്നും കല്യാണപ്രായം എത്തിയ മകളാണ്, നാട്ടുകാർ പലതും പറയുന്നു, ഇതിൽ നിന്നൊക്കെ രക്ഷിക്കണമെന്നും അയാൾ സീതാറാമിനോട് പറയുകയാണ്. നിങ്ങളുടെ വീട് എവിടെയാണെന്ന് സീതാറാം ചോദിക്കുമ്പോൾ അടുത്ത ഗ്രാമത്തിലാണെന്നാണ് അയാൾ പറയുന്നത്. അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ പരാതി കൊടുത്തതാണെന്നും അവരാരും അന്വേഷിച്ചില്ലെന്നും ഇപ്പോൾ ആ പയ്യന്റെ ശല്യം കൂടി വരികയാണെന്നും മകൾക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ലെന്നും അയാൾ പറയുന്നു. മാത്രമല്ല ആ സ്റ്റേഷനിലുണ്ടായിരുന്ന മറ്റൊരാളാണ് സീതാറാമിന്റെ കാര്യം പറഞ്ഞത്. അങ്ങനെ അയാളെ വിശ്വാസമായതുകൊണ്ടാണ് ഇവിടെ വന്ന് ഈ കംപ്ലൈന്റ് തരുന്നതെന്നും അയാൾ പറയുന്നു. സ്റ്റേഷനിൽ വന്ന് പരാതി എഴുതി തരാൻ പറ്റില്ല. കാരണം കുട്ടിയുടെ ഭാവിയെ അത് ബാധിക്കും. അതുകൊണ്ട് ഇത് ചെവി അറിയാതെ സാർ ഈ കേസ് ഡീൽ ചെയ്ത് തരണം. ഇതും പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോകുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരാൾ തോടിന്റെ അരികിലിരുന്ന് ചൂണ്ടയിട്ട് സിഗരറ്റൊക്കെ വലിച്ച് അടിച്ച് ഫിറ്റായിരിക്കുകയാണ്. അപ്പോൾ പുറകിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും കാണുന്നുമില്ല. ശബ്ദം വീണ്ടും വീണ്ടും കേൾക്കുന്നതുകൊണ്ട് അയാൾ കാട്ടിന്റെ ഉള്ളിലേക്ക് പോയി നോക്കാൻ തീരുമാനിക്കുന്നു. പിന്നീട് അവന്റെ നിലവിളി മാത്രമാണ് കേൾക്കുന്നത്. പിറ്റേന്ന് രാവിലെ ചായക്കടക്കാരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുറച്ച് ചെറുപ്പക്കാരെ സീതാറാം ചോദ്യം ചെയ്യുകയാണ്. അവർക്ക് ചായക്കടക്കാരനുമായിട്ട് ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. ഇതിനിടയിൽ നമ്മൾ മുമ്പ് കണ്ടയാൾ വീണ്ടും കയറി വരുന്നു. അയാളുടെ പേര് സെബാസ്റ്റ്യൻ എന്നാണ്. ഇപ്പോഴത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ വന്നിരിക്കുന്നത് മോളെ ശല്യപ്പെടുന്ന ആ പയ്യന്റെ ഫോട്ടോ സീതാറാമിനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരു ബോഡി കിട്ടിയെന്ന് ഒരു കോൾ വരുന്നത്. സീതാറാം വേഗം ആ ബോഡി കണ്ട സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോ ഇന്നലെ ചൂണ്ടയിട്ടുകൊണ്ടിരുന്ന ഒരാളില്ല.
കണ്ടില്ലേ, അയാളുടെ ബോഡിയാണത്. ബാക്കി 3 ബോഡികൾ കിട്ടിയ പോലെ തന്നെയാണ് ഇയാളെയും ചെയ്തു വെച്ചിരിക്കുന്നത്. ആ സൈക്കോ കില്ലർ വീണ്ടും കൊലപാതകങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സീതാറാം സ്റ്റേഷനിൽ വീണ്ടും തിരിച്ചെത്തി. പെട്ടെന്ന് നോക്കുമ്പോഴാണ് കബോർഡ് തുറന്നു കിടക്കുന്നത് അയാൾ കാണുന്നത്. നോക്കുമ്പോൾ പുള്ളിക്കാരൻ വെച്ചിട്ട് പോയ ഗൺ കാണാനില്ല. രാവിലെ അറസ്റ്റ് ചെയ്ത പിള്ളേരായിരിക്കും എടുത്തതെന്ന് വിചാരിച്ച് അവരെ തല്ലുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവരല്ല എടുത്തതെന്ന് പിന്നീട് മനസ്സിലായി. ഈ പിള്ളേരെ കൂടാതെ അവിടെ സെബാസ്റ്റ്യനും ഉണ്ടായിരുന്നു. ഇപ്പോൾ സീതാറാമിന് അയാളെയും ഒരു ചെറിയ സംശയമുണ്ട്. സീതാറാം പെട്ടെന്ന് അയാൾ കൊടുത്ത കവർ തുറന്ന് അതിൽ നിന്ന് കിട്ടിയ ഫോട്ടോയും വിവരങ്ങളും കോൺസ്റ്റബിളിന് കൈമാറും. ആ പയ്യനെ ഒന്ന് വിരട്ടി വിടാൻ വേണ്ടി പറയുന്നു. എന്നാൽ ഈ ഫോട്ടോ കണ്ടയാള് ഞെട്ടി. ആ ഫോട്ടോയിലുണ്ടായിരുന്ന പയ്യനെ കാണാനില്ല എന്ന് പറഞ്ഞ് അടുത്ത സ്റ്റേഷനിൽ നിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ആ പയ്യന്റെ ഫോട്ടോ നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട്. ഈ കാര്യം സീതാറാമിനോട് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ കേസ് കൊടുത്ത ആൾക്കാരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാൻ പറയുന്നു. അങ്ങനെ ആ പയ്യന്റെ മിസ്സിംഗ് കേസ് കൊടുത്ത അവന്റെ അമ്മയാണ് വരുന്നത്. മകനെ കാണാതായിട്ട് 3 മാസം കഴിഞ്ഞു. അവനെപ്പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് അവര് സീതാറാമിനോട് ചോദിക്കുകയാണ്. സീതാറാം അവരുടെ മകനെപ്പറ്റി കിട്ടിയ കംപ്ലൈന്റിന്റെ കാര്യം അവരോട് പറയുന്നു. മാത്രമല്ല അത് തന്നിരിക്കുന്നത് അവരുടെ നാട്ടിലുള്ള സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു അധ്യാപകനാണെന്നും പറയുന്നു. അവരപ്പോ പറയുന്നത് ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആളുടെ മകൾ മരിച്ചിട്ട് 3 മാസം കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് എന്റെ മോൻ ശല്യം ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ വേണ്ടി കഴിയുന്നത്? മാത്രമല്ല അയാളുടെ സമനില തെറ്റിയിരിക്കുകയാണ്. നാട്ടിലുള്ള എല്ലാവരുമായിട്ട് അയാൾക്ക് പ്രശ്നമുണ്ട്. അയാളുടെ ഭാര്യ അയാളെ ഇട്ടിട്ട് പോയതാണ്. അന്നു മുതൽ അയാളുടെ സമനില തെറ്റിയിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ശരിക്കും സീതാറാം ഞെട്ടിപ്പോയി. കാരണം ഇങ്ങനൊരു ട്വിസ്റ്റ് ഉണ്ടാകുമെന്ന് പുള്ളിക്കാരന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് സീതാറാം സെബാസ്റ്റ്യനെ പറ്റി അന്വേഷിച്ചു. കുറെ നാളുകൾക്ക് മുമ്പ് അയാളുടെ ഭാര്യ തീപ്പൊള്ളലേറ്റ് മരിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞ് മകൾ സൂയിസൈഡ് ചെയ്യുകയും ചെയ്തു. അതൊരു ക്ലിയർ കേസ് ഓഫ് സൂയിസൈഡ് തന്നെ ആയിരുന്നു എന്ന് ആ ഉദ്യോഗസ്ഥൻ പറയുകയാണ്. എന്നാൽ ഭാര്യയുടെ മരണമായിട്ട് അയാൾക്ക് പങ്കുണ്ടോ എന്ന് പോലീസിന് അന്നൊരു സംശയമുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് മകൾ ഉണ്ടായിരുന്നത് കൊണ്ട് സിംഗിൾ പേരന്റ് എന്ന പരിഗണന വെച്ച് അയാൾ ജാമ്യത്തിൽ പുറത്തു വന്നു. ഇപ്പോൾ മിസ്സിംഗ് ആയ ഒരു പയ്യന്റെ ഫോട്ടോയും കാണിച്ച് അയാൾ തന്റെ മകളെ ശല്യം ചെയ്യുകയാണെന്നും പറഞ്ഞ് നാട്ടിലെല്ലാം പറഞ്ഞു നടക്കലാണ് അയാളുടെ പ്രധാന പണി. ഇത് സാറിന്റെ കയ്യിൽ തന്നെ വന്നു പെട്ടല്ലോ എന്ന് അടുത്ത സ്റ്റേഷനിലെ SI സീതാറാമിനോട് പറയുകയാണ്. അങ്ങനെ ഫയലുകളെല്ലാം നോക്കുന്ന സമയത്ത് സീതാറാമിന്റെ കൈ തട്ടി കുറച്ച് ഫയലുകൾ താഴെ വീഴുന്നു. താഴെ വീണ ഫയലുകളിൽ നിന്ന് കുറച്ച് ഫോട്ടോയും പേപ്പർ കഷ്ണങ്ങളും പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെ അയാൾ അതിനുള്ളിലേക്ക് വെച്ച് ആ ഫയലുകൾ ആ പോലീസുകാരന് തിരികെ നൽകുന്നു. അങ്ങനെ ഈ പോലീസുകാരൻ പറഞ്ഞതിൽ നിന്നും മറ്റ് ആളുകൾ പറഞ്ഞതിൽ നിന്നും എല്ലാം സെബാസ്റ്റ്യൻ ഒരു നോർമൽ പേഴ്സൺ അല്ല എന്നുള്ള കാര്യം സീതാറാമിന് മനസ്സിലായി. പിന്നീട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സെബാസ്റ്റ്യന്റെ വീട് നിരീക്ഷിക്കാൻ പറഞ്ഞുവിടും. അയാൾ നോക്കുമ്പോൾ ഒരു കത്തിയെടുത്ത് തറയിൽ ശക്തിയായി തുടരെ കുത്തിക്കൊണ്ടിരിക്കുന്ന സെബാസ്റ്റ്യനെയാണ് കാണുന്നത്. കൂടാതെ നിന്നെ ഞാൻ വെറുതെ വിടില്ല, നിന്നെ ഞാൻ കൊല്ലും എന്നും പറഞ്ഞ് അയാൾ വീണ്ടും കുത്തുകയാണ്. അയാൾ അത് സീതാറാമിനോട് ചെന്ന് പറയുന്നുണ്ട്. സീതാറാമിന് കാര്യങ്ങളെല്ലാം കുറേശ്ശെ മനസ്സിലായി. ഒരുപക്ഷെ ഈ തേടിക്കൊണ്ടിരിക്കുന്ന കൊലയാളി ഇയാളാവാം. ശരിക്കും ഇയാളുടെ മകൾ മരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അയാൾ എല്ലാ ദിവസവും വരുന്ന പോലെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ പയ്യനും അയാളുടെ മകളും ഒരു മുറിക്കുള്ളിൽ നിന്ന് സംസാരിക്കുകയാണ്. അവര് തമ്മിൽ സ്നേഹത്തിലായിരുന്നു. അയാൾ വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി. അയാൾ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടു. ദേഷ്യം സഹിക്കാനാവാതെ അയാൾ ആ കുട്ടിയെ പിടിച്ച് പുറകോട്ട് തള്ളി. എന്നിട്ട് ആ പയ്യനെ ഒരു കത്തി വെച്ച് കുത്തി. അങ്ങനെ അവനെ കൊന്നു. മകൾ തലയടിച്ചു വീണു. ആ കുട്ടിയുടെ തല പൊട്ടി ബോധം പോയി. പിന്നീട് അവളെയും അയാൾ കൊന്നു. മകളുടെ മരണം അയാൾ ഒരു സൂയിസൈഡാക്കി മാറ്റി. ഇപ്പോൾ അയാളുടെ മാനസിക നില തെറ്റിയിരിക്കുകയാണ്. ആ മകൾ മരിച്ചു എന്ന് അയാൾ ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല. ഇപ്പോഴും ആ മകളെ വന്ന് ആ പയ്യൻ ശല്യം ചെയ്യുന്നതായിട്ടാണ് അയാൾക്ക് തോന്നുന്നത്. മാത്രമല്ല ആ സ്റ്റേഷനിൽ നിന്ന് എടുത്ത തോക്ക് ഇപ്പോൾ ഇയാളുടെ കയ്യിലാണുള്ളത്. ഇയാളെപ്പറ്റി സംശയം തോന്നിയ സീതാറാം അയാളുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ അയാൾ ഒരു പരിങ്ങലോടെയാണ് വാതിൽ തുറന്നു നിൽക്കുന്നത്. അയാൾ ക്ഷണിച്ചില്ലെങ്കിലും സീതാറാം അകത്തേക്ക് കയറി. മകൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നത് അകത്തുണ്ടെന്നാണ്. എന്നാൽ സീതാറാം നോക്കുമ്പോൾ കാണാനുമില്ല. അങ്ങനെ അയാളെക്കുറിച്ച് വെള്ളം എടുക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ട് സീതാറാം മുറികളെല്ലാം പരിശോധിച്ചു. അയാൾ ഇത് കാണുന്നുണ്ടെങ്കിലും ഒന്നും പ്രതികരിക്കുന്നില്ല. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഒരു മുറി അടഞ്ഞു കിടക്കുന്നത് കാണുന്നത്. അത് സീതാറാം തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ എന്തോ കത്തിച്ച പോലെയുള്ള പാടുകളും പുകയുടെ കറകളെല്ലാം കാണാം. ഒരുപക്ഷെ അയാളുടെ ഭാര്യയെ അയാൾ കൊന്നതാവാം, കൊന്നു കത്തിച്ചതാവാം. സീതാറാം ഒന്നുകൂടെ അവിടെയെല്ലാം പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ കൊല ചെയ്യാൻ ഉപയോഗിച്ച കത്തിയും ഒരു ജാറിനുള്ളിൽ ആ പയ്യന്റെ ബോഡിയും കണ്ടെത്തുന്നു. ആ ജാറ് തുറന്നു നോക്കിയപ്പോൾ വലിയ ദുർഗന്ധമായിരുന്നു അതിനുള്ളിൽ നിന്ന്. സീതാറാം പുറകോട്ട് തിരിയുന്നതിന് മുമ്പ് തന്നെ അയാൾ പുറകിൽ നിന്നും സീതാറാമിനെ ഷൂട്ട് ചെയ്തു. സീതാറാമിന്റെ വയറ്റിൽ വെടിയേറ്റു. എന്നാൽ സീതാറാം ഒട്ടും പിന്മാറാതെ അയാളെ സർവ്വബലവും ഉപയോഗിച്ച് കീഴ്പ്പെടുത്തി പോലീസിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു.
അങ്ങനെ ഇതോടുകൂടി ആ കേസ് അവസാനിപ്പിക്കാനായി സീതാറാം റെഡിയായി നിൽക്കുകയാണ്. പത്രക്കാരും വലിയ ഉദ്യോഗസ്ഥരുമൊക്കെ സീതാറാമിനെ വാനോളം പുകഴ്ത്തി. കാരണം ആ നാടിന്റെ പേടി സ്വപ്നമായിരുന്ന ആ സൈക്കോ കില്ലറെ സീതാറാം പിടികൂടിയിരിക്കുകയാണ്. ഇങ്ങനെയാണ് സീതാറാം ശരിക്കും വിശ്വസിച്ചിരുന്നത് ആളുകളും. എന്നാൽ ഇതൊരു തുടക്കം മാത്രമായിരുന്നു. സൈക്കോയെ പിടിച്ചു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന വസന്തൻ എന്ന പോലീസുകാരൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത സീതാറാം അറിയുന്നത്. അയാളെയും ഈ മുമ്പ് നടന്ന കൊല പോലെ തന്നെ വളരെ ക്രൂരമായി കൊന്നിരിക്കുകയാണ്. ആ പാറ്റേൺ തന്നെ വീണ്ടും തുടരുകയാണ്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞത് ഇതേ രീതി തന്നെ വീണ്ടും തുടരുകയാണ് എന്നാണ്. അപ്പോൾ ശരിക്കുമുള്ള കൊലയാളി ഇപ്പോഴും പുറത്തുണ്ട്. വീണ്ടും സീതാറാമിന്റെ മുകളിൽ പ്രഷർ കൂടുകയാണ്. എങ്ങനെയെങ്കിലും ആ കൊലയാളിയെ കണ്ടെത്തിയേ കഴിയൂ. അങ്ങനെ അയാൾ തീർന്നുവെന്ന് കരുതിയ ആ കേസ് വീണ്ടും അതേ സ്റ്റേഷനിൽ തന്നെ എത്തി നിൽക്കുകയാണ്. ആ മരിച്ചയാളുടെ യൂണിഫോമും ബാക്കി സാധനങ്ങളുമൊക്കെ ഭാമിലിയെ വിളിച്ച് അവർക്ക് കൈമാറുകയാണ്. അപ്പോൾ യൂണിഫോമിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു റെസിപ്റ്റ് കിട്ടുന്നു. ഇതെടുത്തു നോക്കിയിട്ട് പോലീസുകാരന്റെ ഭാര്യ പറയുന്നത് ഇത് മോളുടെ മ്യൂസിക് ക്ലാസ് ഫീസാണ്, അതിന്റെ റെസിപ്റ്റാണ്. വസന്തന് ഇഷ്ടമില്ലായിരുന്നിട്ടും ഇവളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ്. റെസിപ്റ്റ് കണ്ടപ്പോൾ സീതാറാമിന്റെ മനസ്സിൽ കുറെ ആശയങ്ങൾ വരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ സീതാറാമിന് മനസ്സിലാകുന്നത് കൊല്ലപ്പെട്ടവരെല്ലാം ടീനേജ് പ്രായത്തിലുള്ള പെൺകുട്ടികളുടെ അച്ഛന്മാരാണ്. മാത്രമല്ല ഇവരെല്ലാം മ്യൂസിക് പഠിക്കുന്നവരുമാണ്. അങ്ങനെ അന്വേഷണം തുടർന്ന് മ്യൂസിക് കോളേജിലേക്ക് മാറുന്നു. സീതാറാം ആ മ്യൂസിക് ടീച്ചറിന്റെ അടുത്ത് കാര്യങ്ങളെല്ലാം തിരക്കി കഴിയുമ്പോൾ കൊല്ലപ്പെട്ടവരുടെ മക്കളെല്ലാം അതേ മ്യൂസിക് കോളേജിൽ പഠിക്കുന്നവരാണെന്ന് അവർ പറയുന്നു. കോളേജ് എന്ന് പറഞ്ഞാൽ വലിയ കോളേജൊന്നുമല്ല, ഒരു ചെറിയ സ്ഥാപനമാണ്. ഒരു ടീച്ചർ അവരുടെ വീട്ടിൽ നടന്ന ചെറിയൊരു മ്യൂസിക് കോളേജ്. അപ്പോൾ ഈ കൊലയാളിക്ക് ഈ മ്യൂസിക് കോളേജുമായിട്ട് ബന്ധമുണ്ട്. ഒരുപക്ഷെ അയാളുടെ കാമുകിയോ അനുജത്തിയോ വേറെ ആരെങ്കിലുമോ ഈ മ്യൂസിക് കോളേജുമായി കണക്ഷൻ ഉണ്ടാകാം. ഇത് അച്ഛനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഫാമിലി ഉണ്ടായിട്ടുള്ള പ്രോബ്ലം, മ്യൂസിക് കോളേജ്, ഇതെല്ലാം കണക്റ്റഡ് ആണ്. പക്ഷെ ഇതെല്ലാം കറക്റ്റ് ആയിട്ടൊരു സൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടി സീതാറാമിന് സാധിക്കുന്നില്ല. സീതാറാം ഉടനെ തന്നെ കൂടെയുള്ളവരെ വിളിച്ചിട്ട് പഴയ ക്രൈം സീൻ എല്ലാം ഒന്നുകൂടി പുനഃപരിശോധിക്കാൻ വേണ്ടി പറയുന്നു. അങ്ങനെ വീണ്ടും പരിശോധിച്ചിട്ടും ഒരു ക്രൈം സീനിൽ നിന്നും കൂടുതലായിട്ടൊന്നും കണ്ടു കിട്ടുന്നില്ല. പിന്നെ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ ക്രൈം സീനും വിട്ട് അവരുടെ ഫാമിലിയിൽ പോയി അന്വേഷിക്കാൻ തുടങ്ങും. അങ്ങനെ ഈ കൊല ചെയ്യപ്പെട്ട ഫാമിലിയെല്ലാം പോയി അന്വേഷിച്ച് കഴിയുമ്പോൾ അവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കാര്യം സീതാറാം കണ്ടെത്തും. അവരുടെ എല്ലാം വീട്ടിൽ ഒരു ചെറിയ കളിപ്പാട്ട വീണയുണ്ട്. അത് ഈ കുട്ടികളുടെ വീട്ടിൽ നിന്നെല്ലാം റാം കണ്ടെത്തുന്നു. അതിനെപ്പറ്റി ഈ കുട്ടികളോട് ചോദിക്കുമ്പോൾ അവര് പറയുന്നത് വഴിയരികിൽ നിന്ന് കിട്ടിയതാണ് എന്നാണ്. അപ്പോൾ ഉറപ്പായിട്ടും കൊല ചെയ്യാനുള്ള ആളെ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ വീണ അവരുടെ വീടിന്റെ മുമ്പിൽ കൊണ്ടയിടും. ആ വീണ ഈ കുട്ടികൾ എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ വീട്ടിലെ ഗൃഹനാഥനെ ഈ സൈക്കോ കൊല്ലും. അങ്ങനെയാണ് ഈ കൊല ആവർത്തിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് സീതാറാം മനസ്സിലാക്കും. റാം ബാക്കിയുള്ള പോലീസുകാരെയെല്ലാം അവിടെയുള്ള വീടുകളിലെല്ലാം പറഞ്ഞുവിടും. ആരുടെയെങ്കിലും വീട്ടിൽ ഇതുപോലുള്ള കളിവീണകൾ കണ്ടുകിട്ടിയോ എന്ന് നോക്കാൻ വേണ്ടി. പക്ഷെ ആരുടെയും വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു കളിവീണ അടുത്തെങ്ങും കിട്ടിയിട്ടില്ല. സീതാറാം വീണ്ടും ആലോചിച്ച് നോക്കുമ്പോൾ ആദ്യം കൊലപാതകം നടക്കുന്ന സമയത്ത് അയാൾ ആ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു സ്റ്റേഷനിൽ പോയിരുന്നു. അവിടെ വെച്ച് ഫയലുകളെല്ലാം താഴെ വീണപ്പോൾ അതിന്റെ കൂടെ കുറച്ച് ഫോട്ടോസും പുറത്തേക്ക് വന്നിരുന്നു. അത് തിരിച്ചു വെക്കുന്ന സമയത്ത് ഫോട്ടോയിൽ ഒരു വീണ ഉള്ളതായിട്ട് സീതാറാമിന്റെ ഓർമ്മയിലുണ്ട്. സീതാറാം തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അതേപോലത്തെ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. അതിന്റെ ഫയലായിരുന്നു അത്. അതിലൊരു വീണയുമുണ്ട്. അങ്ങനെ ആ കേസ് അന്വേഷിച്ച പോലീസുകാരനിലേക്ക് റാം എത്തിച്ചേരുകയാണ്. അയാളിപ്പോൾ റിട്ടയർഡ് ആണ്. അങ്ങനെ അയാൾ റാമിനോട് അന്ന് നടന്ന കഥകളെല്ലാം പറയുകയാണ്. അങ്ങനെയാണ് സീതാറാം കൊല്ലപ്പെട്ട അച്യുതനെയും അവനെ കൊന്ന മാഞ്ച എന്ന പയ്യനെ പറ്റിയും അറിയുന്നത്. ഈ മാഞ്ചയ്ക്ക് ഒരു കാമുകയുണ്ടായിരുന്നു. ആ കുട്ടി ഈ മ്യൂസിക് ക്ലാസ്സിൽ തന്നെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. അവരിടയ്ക്ക് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ദിവസം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് അച്യുതൻ കണ്ടുപിടിക്കും. അച്യുതൻ വന്ന് നോക്കുമ്പോൾ ഈ പെൺകുട്ടി ആ നാട്ടിലെ ഒരു പ്രമാണിയുടെ മകളാണ്. അച്യുതൻ ഇത് പ്രമാണിയോട് പറയുമെന്ന് മനസ്സിലാക്കിയ മാഞ്ച ഇതാരോടും പറയരുത് എന്ന് പറഞ്ഞ് അയാളുടെ കാല് പിടിച്ചു. ഞങ്ങൾ വെറുതെ കണ്ട് സംസാരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ, ഞങ്ങളെ വെറുതെ വിടണം. എന്നാൽ തൽക്കാലം അച്യുതൻ അവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇത് ഞാൻ ആരോടും പറയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. എന്നാൽ അച്യുതൻ നേരെ ചെല്ലുന്നത് പ്രമാണിയുടെ മുമ്പിലേക്കാണ്. അവിടെ കാര്യങ്ങളെല്ലാം അയാൾ വിളമ്പി. ഇതിന് പകരമായിട്ട് ആ പ്രമാണി മാഞ്ചിക്ക് കാത്തുവച്ചിരുന്നത് ആ പ്രമാണിയുടെ വീട്ടിലെ വേലക്കാരിയെ ബലാത്സംഗം ചെയ്ത പ്രതി എന്നുള്ള പേരായിരുന്നു. അങ്ങനെ പ്രമാണിയുടെ വീട്ടിലെ വേലക്കാരിയെ ബലാത്സംഗം ചെയ്തു എന്ന കുറ്റത്തിന് മാഞ്ച
ജയിലിലേക്ക് പോവുകയാണ്. സത്യത്തിൽ മാഞ്ച ഇതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. മാഞ്ച അങ്ങനെ ശിക്ഷയൊക്കെ കഴിഞ്ഞ് തിരികെ നാട്ടിലെത്തിയപ്പോൾ അവൻ്റെ കാമുകിയുടെ കല്യാണം കഴിഞ്ഞിരുന്നു. പിന്നീട് അവൻ്റെ വീട്ടിലെത്തുമ്പോൾ കാണുന്ന കാഴ്ച അതിനേക്കാൾ മോശമായിരുന്നു. അവൻ്റെ അമ്മയുടെ വാക്കുകൾ അവനെ വീണ്ടും നിരാശപ്പെടുത്തി. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നീ ബലാത്സംഗം ചെയ്തില്ലേ? അവർക്ക് എൻ്റെ അത്രയും പ്രായമേ ഉള്ളൂ. നിന്നെ എന്ത് വിശ്വസിച്ചാണ് ഞാൻ വീട്ടിൽ കയറ്റുക? നിനക്കൊരു അനീതിയും കൂടി ഉണ്ട്. ഞങ്ങൾക്ക് പേടിയാണ് നിന്നെ. ഇനി എനിക്ക് നിന്നെ കാണുകയും വേണ്ട എന്നും പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് അവനെ ഇറക്കി വിട്ടു. എന്നാൽ ഇത്രയെല്ലാം ചെയ്തിട്ടും അച്യുതൻ ഒരു കൂസലുമില്ലാതെ അവിടെയെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കാണുമ്പോൾ മാഞ്ചയ്ക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. അങ്ങനെ മാഞ്ച അച്യുതനെ ഫോളോ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോഴാണ് മാഞ്ച മനസ്സിലാകുന്നത് ഇയാൾക്കൊരു പെൺകുട്ടിയുണ്ട്. ഈ പെൺകുട്ടിയായിട്ട് ഈ അച്യുതൻ അത്ര വലിയ ചേർച്ചയിലൊന്നുമല്ല. ഇതെല്ലാം മാഞ്ച നോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം മദ്യപാനമൊക്കെ കഴിഞ്ഞ് ലെക്ക് കെട്ട് വീട്ടിലേക്ക് അച്യുതൻ വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഒരു പഴയ വീടുണ്ട്. ആ വീടിന്റെ തിണ്ണയിലിരുന്ന് അയാൾ വീണ്ടും കുടിക്കാൻ തുടങ്ങി. അപ്പോൾ വീടിനുള്ളിൽ നിന്ന് ശബ്ദം കേൾക്കാം. അയാൾ നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ച് ഒച്ച വെക്കുന്നുണ്ട്. എന്നാൽ വീടിനുള്ളിൽ നിന്ന് ഒരു മറുപടിയും കിട്ടുന്നില്ല. കാരണം ആ ഒരു താമസമില്ലാത്തൊരു വീടാണത്. അവസാനം ദേഷ്യപ്പെട്ട് അച്യുതൻ ആ വാതിലും തുറന്ന് ആ വീടിനകത്തേക്ക് കയറി. പെട്ടെന്ന് ആരോ വന്ന് പുറത്തുനിന്ന് ആ വാതിൽ പൂട്ടി. പിന്നീട് നാട്ടുകാരെ എല്ലാം വിളിച്ചു കൂട്ടുന്ന ഒച്ചയാണ് കേട്ടത്. നാട്ടുകാരെ ഓടി വരണേ, നാട്ടുകാരെ ഓടി വരണേ എന്നും പറഞ്ഞ് പുള്ളി വിളിക്കുകയാണ്. എന്തായാലും നാട്ടുകാരെല്ലാം ഓടി വന്നു. അങ്ങനെ നാട്ടുകാരെല്ലാം വന്ന് വീടിന്റെ വാതിലൊക്കെ തുറന്നു നോക്കുമ്പോൾ ആ വീട്ടിനുള്ളിൽ നിന്ന് അച്യുതൻ ഇറങ്ങി വരുന്നു. പിന്നാലെ കീറിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് അച്യുതന്റെ മോളും. നാട്ടുകാർ പിന്നെ ഒന്നും നോക്കിയില്ല. അച്യുതൻ മോളെ റേപ്പ് ചെയ്യുമെന്ന് അങ്ങ് ഉറപ്പിച്ചു. അങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ ആ പെൺകുട്ടിയും അച്യുതനും നാണം കെട്ടു. നാട്ടുകാർക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഇരിക്കുകയല്ലേ. ഇതെല്ലാം ചെയ്ത മാഞ്ച അവരുടെ ഇടയിൽ നിന്ന് സന്തോഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അച്യുതൻ ജയിലിലേക്ക് പോയി. ഇതൊക്കെ കണ്ടിട്ട് മാഞ്ച നല്ല സന്തോഷത്തിലായിരുന്നു. എന്നാൽ കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് ജയിലിൽ നിന്നും ഇറങ്ങിയ ആള് ഒരു കൂസലുമില്ലാതെ നാട്ടിലൂടെ നടക്കുകയാണ്. അതായത് അച്യുതൻ. ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ നടക്കുന്ന അച്യുതനെ കണ്ടപ്പോൾ മാഞ്ചയ്ക്ക് പിന്നെയും ദേഷ്യം ഇരട്ടിച്ചു. താൻ അനുഭവിച്ച വേദന അവനും അനുഭവിക്കണമെന്നാണ് മാഞ്ച വിചാരിച്ചത്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കഴുത്തിലും കാലിലും കൈകളിലുമൊക്കെ കമ്പി കെട്ടി ദേഹത്തു നിറയെ മുറിവുകളുമായി വയറ്റിൽ കുത്തേറ്റ നിലയിൽ അച്യുതന്റെ ജഡം അവന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. അന്ന് രാത്രി അമ്പലത്തിലെ പരിപാടി കഴിഞ്ഞു വന്ന കുറെ ആളുകൾ ആ വീട്ടിൽ നിന്ന് ആരോ ഇറങ്ങി ഓടുന്നത് കണ്ടിട്ടുണ്ട്. അത് മാഞ്ചയാണെന്ന് എല്ലാവരും സംശയിച്ചു. അങ്ങനെ അച്യുതനെ കൊന്നത് എല്ലാവർക്കും മാഞ്ചയാണെന്ന് മനസ്സിലായി. പിന്നെ ആരും മാഞ്ചയെ കണ്ടിട്ടില്ല. അയാൾ നാട് വിട്ടുപോയി. ഇപ്പൊ ആ പോലീസുകാരൻ പറയുകയാണ് മാഞ്ചയാണ് ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തതെങ്കിൽ അതിന്റെ പിന്നിലൊരു കാരണം ഉണ്ടായിരുന്നു. താൻ അനുഭവിച്ച നാണക്കേടും തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടില്ലെന്ന ബോധ്യമുള്ള മാഞ്ച ഇതിനെല്ലാം പകരം വീട്ടാൻ വേണ്ടി ഇറങ്ങിയതാണ്. താൻ അനുഭവിച്ചതെല്ലാം അച്യുതനും അനുഭവിക്കണമെന്ന് മാഞ്ച തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീടും അതുപോലെ തന്നെയുള്ള കൊലകൾ തുടർച്ചയായി നടക്കുകയാണെങ്കിൽ ഇതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന പോലീസുകാരൻ പറയുകയാണ്. ഇതൊക്കെ കേട്ടപ്പോൾ റാമിന്റെ ചിന്ത എങ്ങനെയെങ്കിലും മാഞ്ചയെ എത്രയും വേഗം പിടികൂടണം എന്ന് മാത്രമായിരുന്നു. അങ്ങനെ അയാൾ മാഞ്ചയുടെ വീട് തപ്പിപ്പിടിച്ച് അവിടെ ചെന്നു. ചോദിച്ചപ്പോ അവന്റെ അമ്മ പറയുന്നത് അവനെപ്പറ്റി ഒന്നും അറിയില്ല എന്നാണ്. അവൻ നാട് വിട്ടുപോയിട്ട് കുറെ വർഷങ്ങളായി. അവനെ അന്വേഷിച്ച് ഇനി ആരും ഇങ്ങോട്ട് വരണ്ട. അങ്ങനെ ഒരു മകൻ എനിക്കിനി ഇല്ല എന്നാണ് അവര് പറയുന്നത്. എന്നാൽ അകത്ത് കയറി നോക്കിയപ്പോ അവരുടെ മകളുടെ കല്യാണ കാസറ്റ് കണ്ടു. സീതാറാമ കല്യാണത്തിന്റെ വീഡിയോ TV-യിൽ ഇട്ട് നോക്കിയപ്പോ അതിൽ മാഞ്ച ഭക്ഷണം കഴിക്കുന്ന വീഡിയോയുണ്ട്. ആ സ്ത്രീയോട് ചോദിച്ചപ്പോ എനിക്കറിയില്ല, ഒരുപക്ഷെ ആരും കാണാതെ വന്നിരുന്ന് കഴിച്ചിട്ട് പോയിട്ടുണ്ടാവും. ഒരു കല്യാണത്തിന് ആരൊക്കെ വരുന്നു പോകുന്നു എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നാണ് അവര് പറയുന്നത്. എന്നാൽ കല്യാണ വീഡിയോയിൽ മാഞ്ചയുടെ രൂപം കണ്ട് സീതാറാം ശരിക്കും ഞെട്ടിപ്പോയി. ആ മുഖം അയാൾ എവിടെയോ കണ്ടിട്ടുണ്ട്. അയാൾ ഒന്നുകൂടി ഓർത്തു നോക്കിയപ്പോൾ ഈ കൊലപാതകങ്ങളെല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ അറ്റൻഡറാണ് മാഞ്ച. ഇത് സീതാറാമിന് മനസ്സിലായി. അങ്ങനെ ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവിടെ ജോലിക്കുണ്ടായിരുന്ന മാഞ്ച ഇപ്പോഴങ്ങോട്ട് വരാറേയില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് അയാൾ ക്വാർട്ടേഴ്സിലുമില്ല. മറ്റെവിടേക്കോ പോയെന്നാണ് മറ്റുള്ളവരോട് അയാൾ പറഞ്ഞിരിക്കുന്നത്. ഇതിനിടെ സീതാറാം പോലീസുകാരെ ആ നാട്ടിലുള്ള വീടുകളെല്ലാം പോയി പരിശോധിക്കാൻ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. ആരുടെയെങ്കിലും വീട്ടിൽ നിന്ന് അസ്വാഭാവികമായിട്ട് ആ വീണയുടെ കളിപ്പാട്ടം കിട്ടുകയാണെങ്കിൽ അറിയിക്കണമെന്നും പറഞ്ഞിരുന്നു. ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് ആ വീണ കിട്ടിയിരിക്കുന്നത് സീതാറാമിന്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ്. സീതാറാമിന്റെ ചേച്ചിക്ക് ഒരു മകളുണ്ട്. അവളും മ്യൂസിക് കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഇതറിഞ്ഞ് സീതാറാം അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. എന്നാൽ സീതാറാമിനോട് സംസാരിക്കാൻ അവർ തയ്യാറാകുന്നില്ല. കാരണം അവർ തമ്മിൽ ഒരു ഫാമിലി പ്രോബ്ലം ഉണ്ടായിരുന്നു. ഭർത്താവിന് വധഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് സീതാറാം ചെല്ലുന്നത്. എന്നാൽ തന്റെ ഭർത്താവിന് വധഭീഷണി ഉണ്ടെന്നും പറഞ്ഞ് ആരും തന്നോട് ബന്ധം കൂടാൻ വേണ്ടി ചെല്ലണ്ട എന്നും പറഞ്ഞ് സീതാറാമിനെ അവിടുന്ന് പറഞ്ഞു വിട്ടു. എന്നാൽ അളിയനൊരു അപകടമുണ്ട്, നിങ്ങൾ സൂക്ഷിക്കണമെന്നും പറഞ്ഞ് സീതാറാം അവിടുന്ന് മടങ്ങുന്നു. ഈ ചേച്ചി അങ്ങനെ പറഞ്ഞെങ്കിലും സീതാറാം പോലീസുകാരെ എല്ലാം പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. അയാൾ എവിടെയൊക്കെ പോകുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് നോക്കാനും. കൂടാതെ ആ വീടിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി പോലീസുകാരെ അയാൾ കാവൽ നിർത്തി. സീതാറാം അളിയനെ വിളിക്കുന്നുണ്ട്. എങ്കിലും സീതാറാമാണെന്ന് മനസ്സിലായ അയാൾ ഫോൺ എടുക്കുന്നതേയില്ല. ഈ മാഞ്ചയെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം.
അതിനൊരു വഴിയുമില്ല എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് സീതാറാമന് ഒരു കാര്യം ഓർമ്മ വരുന്നത്. അവര് മാഞ്ചയുടെ വീട്ടിൽ പോയി നോക്കിയ സമയത്ത് ഒരു ടെക്സ്റ്റൈൽസിന്റെ കവർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതൊരു പക്ഷേ മാഞ്ച കൊടുത്തതാണെങ്കിൽ അയാൾ ചിലപ്പോൾ ആ വീട്ടിലുണ്ടാവും. ആ കടയിൽ ചെന്ന് CCTV പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ആ കടയിൽ നിന്ന് മാഞ്ച സാധനങ്ങൾ വാങ്ങുന്നതായിട്ട് CCTVയിലുണ്ട്. ആ സെയിം കവർ തന്നെയാണ് ആ വീട്ടിലുള്ളത്. അങ്ങനെയാണെങ്കിൽ മാഞ്ച ആ വീട്ടിൽ തന്നെ ഉണ്ടാവും. വേഗം പോലീസുകാരുമായിട്ട് വീട്ടിലെത്തിയെങ്കിലും അയാളുടെ അമ്മയെ അയാൾ ഒരു മുറിക്കകത്തിട്ട് പൂട്ടി മാഞ്ച രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ പോലീസ് അപ്പോഴേക്കും ആ വീട് മുഴുവൻ വളഞ്ഞിരുന്നു. അയാൾ ഒരു തരത്തിൽ തട്ടിൻപുറത്തേക്ക് കയറി. അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴേക്കും സീതാറാമും മറ്റു പോലീസുകാരും അയാളെ മുഴുവനായി വളഞ്ഞിരുന്നു. അങ്ങനെ ഒരു വലിയ ബലപ്രയോഗത്തിനൊടുവിൽ സീതാറാം അവനെ കീഴ്പ്പെടുത്തി. അയാളെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറയുന്നത് നേരെ തിരിച്ചാണ്. അയാളല്ല ഇതൊന്നും ചെയ്തത്. മാത്രമല്ല അച്യുതനെ കൊന്നതും താനല്ല എന്നാണ് മാഞ്ച ഇപ്പൊ പറയുന്നത്. അയാൾക്ക് അച്യുതനോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി അയാളെ കൊല്ലണമെന്നുണ്ടായിരുന്നു. എന്നാൽ അത് ചെയ്യാനായിട്ട് അയാൾക്ക് കഴിഞ്ഞില്ല എന്നാണ് മാഞ്ച ഇപ്പൊ പറയുന്നത്. ദേഷ്യം തീർക്കാൻ വേണ്ടി അയാളുടെ മകളെ റേപ്പ് ചെയ്ത ശേഷം അവിടേക്ക് അച്യുതനെ ബുദ്ധിപൂർവ്വം കൊണ്ടുവരികയാണ് മാഞ്ച ചെയ്തത്. അതിനുശേഷം നാട്ടുകാരെ എല്ലാം കൂട്ടിവരുത്തി അവർക്ക് മുമ്പിൽ അച്യുതനെ തുറന്നു കാട്ടി. താൻ അനുഭവിച്ച കഷ്ടങ്ങളെല്ലാം അച്യുതനും അനുഭവിക്കുമെന്നാണ് അയാൾ കരുതിയിരുന്നത്. എന്നാൽ അതെല്ലാം തെറ്റിപ്പോയി. അയാൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നതാണ് എല്ലാവരും കണ്ടത്. അതിനാലാണ് അത് മാഞ്ചയാണ് കൊന്നത് എന്ന് ആളുകൾ തീരുമാനിച്ചത്. എന്നാൽ മാഞ്ച അതിന്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ ആ ഡെഡ് ബോഡി അവിടെ ഉണ്ടായിരുന്നു. മാഞ്ച ഈ കാര്യങ്ങളെല്ലാം സീതാറാമനോട് പറയുന്നു. എന്നാൽ അയാൾ ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറല്ല. കാരണം ഇത്രയും കാട്ടിക്കൂട്ടിയിട്ട് ഇവൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുമോ? സീതാറാം പറഞ്ഞു, നീ പറയുന്നത് ശരിയാണെന്ന് വെച്ചോ, പക്ഷെ നീ ചെയ്തത് ശരിയാണോ? നിന്റെ നഷ്ടം തീർക്കാൻ വേണ്ടി നീ മറ്റുള്ളവരുടെ ലൈഫിൽ കയറി കളിച്ചില്ലേ? നീ സ്നേഹിച്ച ഒരു പെൺകുട്ടിയില്ലേ? അവളെ പോലെ തന്നെയുള്ളൊരു പെൺകുട്ടിയല്ലേ അച്യുതന്റെ മകളും? അവളെയല്ലേ നീ റേപ്പ് ചെയ്തത്? അവളുടെ ഭാവിയല്ലേ നീ തകർത്തത്? നീ അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ അവൾ സൂയിസൈഡ് ചെയ്യുകയും ചെയ്തത്? പോരാത്തിന് നീ അയാളെ കൊല്ലുകയും ചെയ്തു. ഇതൊക്കെ ചെയ്തിട്ട് നീ ജീവിച്ചിരിക്കുന്നതിൽ എന്താ അർത്ഥം? ശരിക്കും മരിക്കേണ്ടത് നീയല്ലേ എന്ന് സീതാറാം പറയുകയാണ്. മാഞ്ച വീണ്ടും പറഞ്ഞു, ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കില്ല. എന്നെ നിങ്ങൾ പിടിച്ചു വെച്ചാലും കൊലപാതകങ്ങൾ വീണ്ടും നടന്നുകൊണ്ടേയിരിക്കും. അപ്പോഴേ നിങ്ങൾക്കിതൊക്കെ മനസ്സിലാകൂ. അപ്പോഴേക്കും സീതാറാമിന്റെ ചേച്ചി അളിയനെ കാണാനില്ല എന്ന് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് വരികയാണ്. സീതാറാം പെട്ടെന്ന് മാഞ്ച എന്ത് ചെയ്യുന്നു നോക്കുമ്പോൾ അയാൾ സ്റ്റേഷനുള്ളിൽ ആത്മഹത്യ ചെയ്തു. ഇപ്പോഴാണ് ശരിക്കും സീതാറാമിന് മനസ്സിലാകുന്നത് മാഞ്ച ഈ കാര്യത്തിൽ നിരപരാധിയാണ്. അങ്ങനെ അളിയനെ തേടിപ്പോയ സീതാറാം അയാളെ കണ്ടുപിടിക്കുന്നു. ഫോൺ ഓഫ് ആയിരുന്നെങ്കിലും അവനൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു ട്രക്ക് വന്ന് സീതാറാമിന്റെ വണ്ടിയുടെ സൈഡിലായിട്ട് നിന്നു. അളിയനെ ഇപ്പോൾ സീതാറാമിന് കാണാൻ പറ്റുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ട്രക്ക് പോയി. നോക്കുമ്പോൾ അളിയനെയും കാണാനില്ല. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അളിയൻ വിളിച്ചു. സീതാറാം എടുത്തപ്പോൾ കേട്ടത് അളിയൻ കരയുന്ന ശബ്ദമാണ്. ആരോ തന്നെ ഉപദ്രവിക്കുന്നുണ്ടെന്നും ഇവിടെ ഒരു വീട്ടില് കുറെ മീൻവലകളും മറ്റും ഉണ്ടെന്നും ഒക്കെയാണ് അളിയൻ കൊടുക്കുന്ന സൂചനകൾ. എന്നാൽ മുഴുവനായിട്ട് പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് തന്നെ ആ കോള് കട്ടായിപ്പോയി. സീതാറാം ഉടനെ സൈബർ സെല്ലിന്റെ സഹായം തേടി. അങ്ങനെ ആ ഫോണിനെ ട്രേസ് ചെയ്ത് ആ വണ്ടിയുടെ അടുത്ത് വരെ എത്തി. പക്ഷേ ആ ഫോൺ ആ വണ്ടിയിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴാണ് അളിയൻ പറഞ്ഞ വല എന്ന വാക്ക് സീതാറാമിന്റെ ഓർമ്മയിലേക്ക് വരുന്നത്. ഒരുപക്ഷെ അളിയനെ എവിടെയോ പൂട്ടിയിട്ടിട്ടുണ്ട്, അവിടെ ആയിരിക്കും വലയുള്ളത്. അങ്ങനെ വീണ്ടും ഓർത്തു നോക്കിയപ്പോൾ ആ കോളിനുള്ളിൽ ഒരു പാട്ട് കേട്ടു. അതായത് ആ കോള് വന്ന സമയത്ത് അതിനുള്ളിൽ നിന്നൊരു പാട്ടും കേൾക്കുന്നുണ്ടായിരുന്നു. ആ പാട്ട് സീതാറാം മുമ്പ് കേട്ടിട്ടുണ്ട്. അത് ആ മ്യൂസിക് കോളേജിൽ നിന്നുള്ള പാട്ടാണ്. പിന്നെ ഒന്നുകൂടി ആലോചിച്ചപ്പോഴാണ് ഓർത്തത്, സ്റ്റേഷനിൽ ഒരു സ്ത്രീ ആദ്യം മരിച്ചില്ലായിരുന്നു? സ്റ്റേഷനിൽ ജോലിക്ക് വന്നുകൊണ്ടിരുന്ന ഒരു സ്ത്രീ അവരുടെ വീട്ടില് ഈ മരണാനന്തര ചടങ്ങിന് പോയി കഴിഞ്ഞപ്പോഴും അവിടെ ഈ പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവിടെ നിറയെ മീൻവലകളും കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഇവരാദ്യം ചില ബോഡികൾ പരിശോധിച്ചപ്പോൾ അതിനടുത്ത് നിന്ന് ഒരു ബ്രൗൺ കളറിലുള്ള ഫൈബർ കഷ്ണം കിട്ടിയിട്ടുണ്ട്. എന്നാൽ അതിൽ വലിയ കാര്യമില്ലെന്ന് വിചാരിച്ച് ഇവരത് കളയുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോ ആ വണ്ടിയുടെ കളറും ആ ഫൈബർ പാർട്ടിന്റെ കളറും മാച്ച് ആകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വണ്ടിയിൽ നിന്ന് അടർന്നു പോയ പീസായിരിക്കാം അത്. അങ്ങനെ അവസാനം സീതാറാം യഥാർത്ഥ കൊലയാളിയെ കണ്ടെത്തുന്നു. അത് മറ്റാരുമല്ല, അവരുടെ സ്റ്റേഷനിൽ ജോലി ചെയ്ത സ്ത്രീയുടെ മകനാണ്. അവർ എങ്ങനെ കൊലയാളിയായി? ശരിക്കും അവൻ അച്യുതന്റെ മകനാണ്. അച്യുതനൊരു മകനുണ്ടെന്ന് ആ പോലീസുകാരൻ നേരത്തെ സീതാറാമനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനെ ആരോ ദത്തെടുത്ത് വളർത്തിയതാണ്. അച്ഛനും ചേച്ചിയും മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ അവൻ ഒറ്റയ്ക്കായിരുന്നു. ഈ കുട്ടിക്ക് ചേച്ചി എന്ന് വെച്ചാൽ ജീവനായിരുന്നു. ചേച്ചി എന്നും മ്യൂസിക് കോളേജിൽ പോകും, അവനും കൂടെ പോകും. എന്നാൽ അച്യുതന് ഈ മ്യൂസിക് പഠിക്കുന്നൊന്നും ഇഷ്ടമല്ലായിരുന്നു. അവന്റെ ചേച്ചിക്ക് വീണ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ദിവസം ചേച്ചിക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി അവൻ ഒരു വീണയും വാങ്ങി വീട്ടിലെത്തിയപ്പോൾ അവൻ കണ്ട കാഴ്ച അവന്റെ മനസ്സ് തകർത്ത് കളഞ്ഞു. ഒരു കയറിൽ തൂങ്ങിയാടുന്ന അവന്റെ ചേച്ചിയുടെ ശരീരമാണ് അവൻ കാണുന്നത്. സ്വന്തം അച്ഛൻ റേപ്പ് ചെയ്ത കാരണം നാട്ടുകാരും വീട്ടുകാരും അവളെ കളിയാക്കി അപമാനിക്കുകയും ചെയ്തു. ഇത് സഹിക്കാൻ വയ്യാതെ അവൾ ആത്മഹത്യ ചെയ്തു.
ഇതിനെല്ലാം കാരണം അച്യുതനാണെന്ന് അവന് തോന്നി, അതായത് അവന്റെ സ്വന്തം അച്ഛൻ. ഇതെല്ലാം ആലോചിച്ച് അവന് ഭ്രാന്ത് പിടിച്ചു. അങ്ങനെ അവസാനം അവൻ അച്ഛനെ ക്രൂരമായി കൊന്നു. അങ്ങനെ ഇവൻ കൊന്നിട്ട അച്യുതനെയാണ് മാഞ്ച അവിടെ എത്തുമ്പോൾ ആ വീട്ടിൽ കാണുന്നത്. അതിനുശേഷം അവൻ നാട് വിട്ടുപോയി. അങ്ങനെ ഒരു അമ്പലത്തിന്റെ അടുത്ത് നിന്ന് ഒരു സ്ത്രീയാണ് ഇവനെ കണ്ടെത്തുന്നത്. അങ്ങനെ ആ സ്ത്രീ അവനെ ദത്തെടുക്കുകയും വളർത്തുകയും ചെയ്തു. ആ സ്ത്രീയാണ് നമ്മൾ ആദ്യം കണ്ട സ്റ്റേഷനിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ സ്ത്രീ. ചെറുപ്പത്തിലെ കിട്ടാതെ പോയ സ്നേഹം ആ സ്ത്രീയിൽ നിന്ന് കിട്ടിയതോടെ അവൻ ആ ഭ്രാന്തമായ ചിന്തകളിൽ നിന്ന് രക്ഷ നേടുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ അവര് മരിച്ചു. അതോടെ അവന്റെ സമനില വീണ്ടും തെറ്റി. ഒരു ദിവസം അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിനടുത്ത് നിന്ന് അവൻ ഇഷ്ടമുള്ള ആ പാട്ട് കേൾക്കാൻ തുടങ്ങി. അതിനെ പിന്തുടർന്ന് പോകുന്ന വഴിക്കാണ് പാട്ട് പഠിക്കുന്ന ഇഷ്ടമല്ലാത്ത അച്ഛനമ്മമാർ അവരുടെ മക്കളെ വഴക്കു പറയുന്നതും തല്ലുന്നതുമൊക്കെ അവൻ കാണുന്നത്. ഇതൊക്കെ കാണുമ്പോൾ അവൻ അവന്റെ അച്ഛൻ പെങ്ങളെ തല്ലുകയും വഴക്കു പറയുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് ഓർമ്മ വന്നത്. അപ്പോൾ തന്റെ അച്ഛനെ പോലെ ഇവരെല്ലാം ക്രൂരന്മാരാണെന്നും വിചാരിച്ച് അവരുടെ മക്കളെ റേപ്പ് ചെയ്ത് കൊന്നാലോ എന്ന് വിചാരിച്ചാണ് ഇവൻ ഇവരെയെല്ലാം കൊല്ലുന്നത്. അങ്ങനെ അവസാനം സീതാറാമിന്റെ അളിയനാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. സീതാറാം ആ വീട് കണ്ടുപിടിച്ച് അവിടേക്ക് ചെല്ലുന്നു. അവിടെ അയാൾ പറഞ്ഞതുപോലെയുള്ള വണ്ടിയുമുണ്ട്, വലയുമുണ്ട്, അതിന്റെയൊക്കെ ഉള്ളിൽ രക്തക്കറകളും. ഈ സമയം അളിയനെ കൊല്ലാൻ വേണ്ടി അയാൾ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പൂർണ്ണമായിട്ടും കൊന്നിട്ടില്ല. അപ്പോഴേക്കും സീതാറാം അവിടെ എത്തി. സീതാറാമിനെ അയാൾ ആക്രമിച്ചു. ഒടുവിൽ പിടിച്ചു നിൽക്കാൻ വയ്യാതെ സീതാറാം അവനെ കൊന്നു. കാരണം ജീവനോടെ പിടിക്കാൻ നോക്കിയിട്ട് ഒരുപാട് പരിക്കുകൾ സീതാറാമിനെ ഏറ്റിരുന്നു. അങ്ങനെ ആ സംഭവത്തോടു കൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. പിന്നീട് സ്വന്തം ഭർത്താവിനെ രക്ഷിച്ച അനിയനോട് ചേച്ചിക്കൊരു സ്നേഹമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അവരുടെ ഫാമിലി ഇഷ്യൂ ഒക്കെ മാറി അവർ സന്തോഷത്തോടെ ചിരിച്ചും കളിച്ചുമൊക്കെ മുന്നോട്ട് പോകുന്നതും കാണിച്ച് ഈ സിനിമ പൂർണ്ണമായി ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ നമ്മുടെ കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു കഥയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇപ്പോൾ ലോഡ് ഷെഡിംഗ് ഒന്നും ഇല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നതുകൊണ്ട് ഒരു വീഡിയോയും മര്യാദയ്ക്ക് ചെയ്തു തീർക്കാനായിട്ട് പറ്റുന്നില്ല. അല്ലെങ്കിൽ തന്നെ നമ്മുടെ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ജാമ്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ കറണ്ടും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ മൊത്തം പ്രശ്നം. വേർത്ത് കുളിച്ചിരുന്നൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്ത് ചെയ്യാനാന്ന് പറ. പിന്നെ വിശറി ഉള്ളതാണ് ഏക ആശ്വാസം. അപ്പോൾ ഓരോന്ന് പറഞ്ഞ് വെറുതെ നിങ്ങളുടെ സമയം ഞാൻ കളയുന്നില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.